നമ്മുടെ ചിന്തയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ചിന്തയ്ക്കും നമ്മുടെ ഹൃദയത്തിനും 2 ഫാക്കൽറ്റിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഡീവിയേറ്റ് ചെയ്യുമെന്ന് പറയരുത്. ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ നാളെ ആത്മാവിൽ എടുത്തിട്ട് വീട്ടിൽ ചേരുമ്പോൾ കടക്കാരെ കാണുമ്പോൾ നിങ്ങൾ വേറെ ഒരു അരൂപി ഉണ്ടാക്കരുത്. മേടിക്കാമെങ്കിൽ മേടിക്കടാ, ഇതിന് തന്തോട് മേടിക്കടാ എന്നൊക്കെ പറഞ്ഞാൽ പണിയാവും. മനസ്സിലായി? ഉടമ്പടിക്കൊരു ജീവിത രീതിയുണ്ട്. ഉടമ്പടി ദാഠ്യത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും അരൂപിയല്ല നിങ്ങൾ സ്വീകരിച്ചത്. എന്തിൻ്റെ അരൂപിയാണെന്ന് പറയും. റോമ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. കൈക്കൊണ്ടിരിക്കുന്ന ആത്മാവ് എന്താണെന്ന് അറിയണം. അല്ല ദേഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ അശുദ്ധിയുടെയും അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ആ വിശുദ്ധ ജീവിതം തുടരുകയാണ് നമ്മൾ. പിന്നെ എന്ത് കടക്കാരും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് ബേബി മിനി യോഹന്നാൻ ഡൽഹിയിൽ നിന്ന്. മിനി യോഹന്നാൻ്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഹസ്ബൻഡിന് 2-3 ദിവസം രോഗങ്ങളാണ്, തൈറോയിഡ്, ഷുഗർ, ജോലിക്ക് പോകാൻ പറ്റണില്ല. അവളാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ഡൽഹി 13 വർഷം വാടക താമസിക്കുക. എന്നിട്ട് അതിന് വാടക അടക്കാൻ പറ്റാതെ വരുന്നിട്ട് അവരൊന്ന് ഇണ്ടി വന്ന് ഇവർ തന്തക്ക് വിളിക്കുക, ഇറങ്ങിപ്പോകുന്നൊക്കെ പറയും. പക്ഷെ അവർ പറയുന്നത് കോവിഡ് കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് കോവിഡ് കാലത്താണ്. എന്താണ്? കടക്കാർ എൻ്റെ വീട്ടിൽ ആരും വരാറില്ല, വന്നവരെല്ലാം കടക്കാരാണെന്ന്. എനിക്ക് ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരോ അടുത്തിട്ട് എൻ്റെ വീട്ടിൽ ആരും വരാറില്ല. ആരെങ്കിലും വന്നാൽ അയാൾ എൻ്റെ കടക്കാരനായിരിക്കും. അയാൾ പറയുന്ന വർത്തമാനങ്ങൾ സഹിക്കാൻ പറ്റാത്ത വർത്തമാനമാണ് എന്നോട് പറയണത്. മനുഷ്യന്മാരിങ്ങനെ ജീവിക്കണം, ഓർക്കണം. ഇങ്ങനെ ജീവിക്കുന്നവരുടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. എന്തിനാണ് സാക്ഷ്യം കേൾക്കണത്? നിങ്ങളുടെ സംശയം മാറാണ് സാക്ഷ്യം കേൾക്കണത്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയിട്ട് യോഹന്നാൻ അറിയിക്കുക. ഈശോ പറഞ്ഞില്ലേ, മത്തായി 11:4 യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. നിങ്ങൾ എന്താണ് അറിയിക്കേണ്ടത്? അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഉടമ്പടി എടുത്ത വ്യക്തികളെ എന്താ കൈമാറേണ്ടത്? കേൾക്കുന്നതും കാണുന്നതുമാണ്. എന്താണത്? സാക്ഷ്യമാണ് കൈമാറേണ്ടത്. അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു സാക്ഷ്യം പോലും ഷെയർ ചെയ്യാത്ത ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് 0 റിസൾട്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബുദ്ധിയും ബോധവും ഇല്ലാത്ത വന്ന് ഉടമ്പടി എടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. കാരണം ഇത് കുറച്ച് ബുദ്ധിയും ബോധവും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാർക്കുള്ളതാണ്. ചുമ്മാ വല്ല പത്തികാനവും പാടി നടക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് ശരിക്കും നല്ല ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. ഇതെന്താ സംഭവം? ഇപ്പോൾ യോഹന്നാനെ ഈ യോഹന്നാനെ അറിയിക്കാൻ പറഞ്ഞ എന്താണ്? അയാൾ ദിവ്യപുരുഷനായതുകൊണ്ടൊന്നും മാത്രമല്ല, അയാൾ അറിയിക്കാൻ പറഞ്ഞാൽ അയാൾക്ക് സംശയമാണ്. അതാണ് പ്രശ്നം. അയാൾക്ക് ക്രിസ്തുവിൽ സംശയം പോരെ. വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞ പാർട്ടിയാണ്. ആരാണ്? യോഹന്നാൻ മാന്താന വലിയ ആനക്കാര്യം പറഞ്ഞ ആൾക്കാരാണ്. എന്താ പറഞ്ഞത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞ ഈ കക്ഷിയാണ്, പണ്ട് പറഞ്ഞതാണ്. ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ ജപജപ അടിക്കുകയാണ്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. വലിയ ഇതൊക്കെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:29 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 1:29 യോഹന്നാൻ 1:29 അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പോരെ, ഇങ്ങനെ പറഞ്ഞ ആളാണ് യേശു. രക്ഷകനാണെന്ന് പറഞ്ഞ ആളാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ് യഹൂദൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടപ്പോൾ അത് മനുഷ്യൻ്റെ കുഞ്ഞാടായിരുന്നു. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. മനുഷ്യരാശിയുടെ പാപങ്ങളാണ് മോചിക്കപ്പെടുന്നതെന്ന് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് യോഹന്നാൻ. പക്ഷെ അങ്ങേരെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ വിശ്വാസമൊക്കെ പോയി. എത്ര വലിയ പ്രവാചകനായാലും ഇപ്പോൾ സഹനങ്ങൾ വരുമ്പോൾ വിശ്വാസം പോകും. പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ മനുഷ്യർക്ക് സംശയം ഉണ്ടാവും. യോഹന്നാന് സംശയം ഉണ്ടായി. ഇത്രയും വലിയ ആകാൻ യോഹന്നാൻ 11:3 എടുത്ത്
മത്തായി 11:3. വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? എല്ലാം കളഞ്ഞു കുടിച്ച് വേറെ 0 പോയിന്റായി. ഞാൻ പറഞ്ഞു എണിയും പാമ്പും കളി പോലെ. യോഹന്നാൻ 99 വന്നിരിക്കുകയായിരുന്നു, 98 വന്നിരിക്കുകയായിരുന്നു. ചുമ്മാ ഒരു ജയിലിൽ കൊണ്ട് ഇട്ടപ്പോൾ ഒരു പാമ്പ് കൊത്തി കൊണ്ടുവന്ന് പുള്ളി 2 വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിനെ പോലും പുള്ളിക്ക് സംശയമാണ്. ഇത് 2 പേരെ പറഞ്ഞു വിട്ടിരിക്കണം ജയിലിൽ. എന്താ ചോദിച്ചിരിക്കണത്? വരാതിരിക്കുന്ന നീ തന്നെയാണോ? അതെ. അപ്പോൾ യേശു എന്തൊരു ക്ഷമയാണ്. ഞാനാണ് യേശു എന്ന് പറയുന്നേക്കാം. അപ്പോഴേ അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരോട് ഇനി സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ അവൻ എന്താണ് ഇത്രയും നാൾ പറഞ്ഞത്? ഇത്രയും എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇപ്പോൾ പടഞ്ചാഞ്ഞ് എങ്ങനെയാണ്? അപ്പോൾ അവൻ നീലക്കുറുക്കനായിരുന്നാ? കരച്ചായത്ത് വീണ് കൃഷ്ണനായിട്ടിരുന്ന പാർട്ടിയാണോ? ഇപ്പോൾ സകനം വന്നപ്പോൾ എല്ലാം മറന്നു പോയാ എന്ന് ഞാൻ ചോദിച്ചേനാ. പക്ഷേ ഈശോ ചോദിക്കത്തില്ല. ഈശോ എന്താ പറയണത്? ഈശോ ദൈവികമായ ക്ഷമയും സൗമ്യതയും കൊണ്ട് പറഞ്ഞു, നിങ്ങൾ കാണുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക. എന്താണ്? സാക്ഷ്യം പറയാൻ പറഞ്ഞിരിക്കുകയാണ്. അന്തർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുമ്പോഴും നിങ്ങൾ വായ്മൊഴിയായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ സംശയമുള്ളവർക്ക് സുവിശേഷം കൊടുക്കുകയാണ്. സംശയമുള്ളവരുടെ സംശയമുള്ളവർക്കെതിരെ സുവിശേഷമായി അവന് ബോധ്യമായി വിശ്വാസമായി ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കൈയ്യടിച്ച് കർത്താവിനെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. അപ്പോൾ നിങ്ങൾ സുവിശേഷം ഏകുകയാണ്. സുവിശേഷമായിക്കൊണ്ട് അത് സംശയമുള്ളവർക്കാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തുമാത്രം സാക്ഷ്യമാണെന്ന് ബേബിയില്ലേ, നമ്മുടെ മിനി യോഹന്നാൻ ഡൽഹി, അവരുടെ ജീവിതത്തിൽ തീർന്നില്ല. ഭർത്താവിന് ഷുഗർ രോഗം, പണിക്ക് പോകാൻ പറ്റണില്ല. അതുപോലെ തന്നെ അയാൾക്ക് തൈറോയിഡ്, വീട്ടിയിരിപ്പാണ്. മിനിയുടെ ജോലി പോയി. ഒരു ഹൗസിൽ പോലും ഹോം നേഴ്സ് പോലും ജോലി പോലും കിട്ടണില്ല. അങ്ങനെയൊക്കെ കടങ്ങൾ പെരുകി വാടക താമസിക്കുന്നു. അപ്പോഴും ഇവളെന്താ ചെയ്യണത്? അങ്ങനെയാണ് ഇവർക്ക് കൃപാസനത്തിൻ്റെ ലിങ്ക് കിട്ടിയത്. പിന്നെ എന്താ ചെയ്തിരിക്കണത്? പിന്നെ ഇരുന്നുകൊണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കും. സാക്ഷ്യം കാണിച്ച് സാക്ഷ്യം കേട്ട് അവസാനം ഓൺലൈൻ ഉടമ്പടി എടുത്ത്, നമുക്കറിയാമല്ലോ, നമുക്ക് ലൈറ്റേക്കാൻ്റെ പേർ റിക്വസ്റ്റൊക്കെ അമ്മ തരുമ്പോഴും ഓൺലൈൻ ഉടമ്പടി തരുമ്പോഴും എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു, ഇത് നമ്മുടെ മറ്റേ തീർത്ഥാടന ഉടമ്പടി പോലെ വർക്കൗട്ട് ചെയ്യുവാന്ന്. ഇപ്പോഴതിൻ്റെ അതേപോലെ വർക്കൗട്ട് ചെയ്യണം. നേർച്ച വസ്തുക്കൾ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ തീരാൻ പോണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് അമ്മ മാതാവ് നീട്ടിയിട്ടിരിക്കുന്ന കച്ചിത്തുറുമ്പാണ് ഈ സംഭവം. ഓൺലൈൻ ഉടമ്പടിയും തീർത്ഥാടന ഉടമ്പടി. ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തിരിക്കണേ. തീർത്ഥാടന ഉടമ്പടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മാതാവ് അത് പാലിക്കണേ. തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ഇരുന്നുകൊണ്ട് സാക്ഷ്യം കേൾക്കും. പിന്നെ എന്ത് ചെയ്യും? ഉടമ്പടി ധ്യാനം കേൾക്കും. ഈ 2 സംഭവം കേട്ടാൽ മതിയല്ല. ഉടമ്പടി ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വാസം നിറയും. ഇത് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നേരത്ത് ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറും. ദൈവത്തിൻ്റെ വക്താവായി നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ്? ദൈവത്തിന്. വേറെ പ്രശ്നമൊന്നുമില്ല, സിമ്പിളാണല്ലോ ഇത്. നിങ്ങളിത് സാക്ഷ്യം കേട്ടും ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോൾ നിങ്ങൾ വിശ്വാസം നിറഞ്ഞ് നിങ്ങൾ അത് മറ്റുള്ളവർ കൈമാറും, ദൈവത്തിൻ്റെ വക്താവായി മാറും. അപ്പോൾ ദൈവത്തിൻ്റെ വക്താവിനെ സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവം സംരക്ഷിക്കും. അവൾക്ക് നല്ല ശമ്പളമുള്ളൊരു ജോലി കൊടുത്ത അമ്മ ഞെട്ടിപ്പോവും. അതായത് വീട്ടിൽ വരുന്നവരെല്ലാം കടക്കാരാണെന്ന് പറഞ്ഞില്ലേ, കോവിഡിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞതെന്ന്. അങ്ങനെ അതായത് നുണ പറയാതെ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലായി. കാര്യം എന്താണ്? ക്രിസ്തു അത്രയും അവളിൽ നിറഞ്ഞിട്ടില്ലായിരുന്നു. ക്രിസ്തു നിറഞ്ഞു കഴിഞ്ഞപ്പോഴേ വിഷയം മാറും. പിന്നെ എന്താണ്? പിന്നെ നുണ പറയത്തില്ല, സത്യം പറയത്തുള്ളൂ. ഉള്ളത് പോലെ പറയും. എന്താണ്? ബാക്കി കർത്താവ് നോക്കട്ടെന്ന് പറയും. എൻ്റെ നുണ കൊണ്ട് എന്നെ ഞാൻ സംരക്ഷിക്കേണ്ട കാര്യമില്ല, കർത്താവിനെ സംരക്ഷിക്കട്ടെ. അപ്പോൾ അതാ വിഷയം. ആളെ വ്യത്യാസം വന്ന് ഇതാണ് ഈ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയണത്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചെടുക്കണം. അതുകൊണ്ടാണ് ധൃതിക്കൊന്നും ഉടമ്പടി ചെയ്യരുത്. പ്രാർത്ഥിച്ച് ഭംഗിയായിട്ട് അതൊരു സബരിയ പോലെ ആകണം. എന്നുവെച്ചാൽ വളരെ ശ്രദ്ധയോടെ ഒരു ബലിദാനം പോലെ വരണം.
നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് പറ്റുന്ന രീതി പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണത് ഉടമ്പടി. അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞ് അതൊരു 3 ഫേസ് പ്രോജക്റ്റാണ്. ഒന്ന് പ്രെയറുണ്ട്, അതിൻ്റെ അകത്ത് അത് പ്രെയറുണ്ട്. രണ്ടാമത്തെ എന്താണ്? സുവിശേഷ കൈമാറ്റമുണ്ട്. മൂന്നാമത്തത് എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള വേറെ ഏത് പ്രാർത്ഥനയുണ്ട്? വേറെ ഏത് പദ്ധതിയുണ്ട്? ഇത് 3 ഫേസ് പ്രോജക്റ്റാണ്. അതുകൊണ്ടാണ് ഇടിവെട്ട് സാക്ഷികൾ നടക്കാൻ കാരണം ഇതാണ്. ഇപ്പോൾ ഇതെന്താ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ അതായത് ബിൻസി ജോഷുവ ഈ ആത്മഹത്യയുടെ സാക്ഷ്യമാണ് പറക്കണത്. പക്ഷേ അത് പറന്നില്ലായിരുന്നെങ്കിൽ പറക്കാൻ സാധ്യതയുണ്ടായിരുന്നത് ബിൻസി ജോഷുവ. എനിക്കിഷ്ടപ്പെട്ടത് ബിൻസി ജോഷുവയുടെ സാക്ഷ്യമാണ്. എന്താ പ്രശ്നം വെച്ചാൽ ഇവൾ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയുടെ ബ്ലെസ്സിങ് എങ്ങനെ ഒരു ബ്ലിസ്ഫുൾ ആന്തരികതയാണ്. അതായത് അവൾ പ്രഗ്നൻ്റ് ആവും. പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഡോക്ടർ പറയും, ഇത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിന് 4 ഹൃദയത്തിൽ 4 അറയില്ലേ, അതിൽ 2 അറയില്ല. ചുങ്ങിയിരിക്കുക ഉള്ളതില്ലാത്ത കണക്കാണ്. പിന്നെ 2 അറയാണുള്ളത്, അത് വർക്കൗട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ചില നാളികൾ ജാമാണ്. അപ്പോൾ കുട്ടി അകത്ത് കിടന്ന് മരിച്ചതുപോലെ കിടക്കുകയാണ്. അപ്പോൾ കുട്ടി ശ്വസിക്കണത് അമ്മ ശ്വസിക്കുന്നത് കൊണ്ട് അമ്മ എടുക്കുന്ന ഓക്സിജനാണ് കുട്ടിക്ക് കിട്ടണത്. അതുകൊണ്ടാണ് ഇപ്പം കുട്ടി വയറ്റിൽ ജീവനുള്ളതുപോലെ കിടക്കണം. അപ്പോൾ ഡോക്ടർ പറയും എത്രയും വേഗം തന്നെ അബോർട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നിങ്ങളും ചത്തുപോകുമെന്ന് പറയും. അപ്പോഴേ ഈ ബിൻസി പറയും, ഇത് ഞങ്ങളായിട്ട് അതിൻ്റെ മേൽ കൈവെക്കത്തില്ല ഡോക്ടറെ. ഈശോ അത് മരിച്ചു കഴിഞ്ഞ് ഈശോ എന്താ വെച്ചാൽ ചെയ്യട്ടെ, വിളിക്കട്ടെ. അതാണ് വിശ്വാസത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത്. അത് നിലപാടാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞല്ലേ, അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. ഈ ബിൻസി ജോഷുവയുടെ നിലപാടെന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല നിലപാടിലൊന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ വയറ്റിൽ കിടക്കുകയാണ്, കൊച്ചു മരിച്ചു കിടക്കുന്ന പോലെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, നിങ്ങൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും വന്നാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണ് അതിൻ്റെ കേട്, ഹോസ്പിറ്റലിൻ്റെ പേര് പോകും, അത് ഞങ്ങൾക്ക് ഇറങ്ങിത്തരണം. അപ്പോൾ ഈ ഗർഭിണിയെ അവർ ഇറക്കി വിടും. അതാ സംഭവം. വേറെ ഹോസ്പിറ്റൽ വരുമ്പോഴും 2nd ഒപ്പീനിയൻ 3rd ഒപ്പീനിയൻ 4th ഒപ്പീനിയനൊക്കെ എല്ലാം പറയണത് കുട്ടി എടുത്ത് കളയണം എന്ന് പറയും. പക്ഷേ ബിൻസി പറഞ്ഞ എടുത്തു കളയേണ്ടത് കർത്താവാണ്, ഞാനല്ലെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. വിശ്വാസം ജീവിക്കണില്ലേ ആൾക്കാരെ? അത് കേൾക്കണ്ടേ നമ്മൾ അതായത് വിശ്വാസം ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ എടുത്തു കളയാതെ എന്നിട്ട് ബിൻസി പറയില്ല. എന്താ പ്രശ്നം വെച്ചാൽ ഇവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കൊച്ചിന് 400 ഗ്രാമായിരുന്നു തൂക്കം. അതാ ബിൻസി കിട്ടിയ ഒരു ഉറപ്പതാണ്. കൊച്ചിൻ്റെ തൂക്കം 400 ഗ്രാമായിട്ട് മാറണില്ല. ഇത് എങ്ങനെയാണ് ഹാർട്ട് ശ്വസിക്കാത്ത കൊച്ചിന് എങ്ങനെ തൂക്കം വെക്കണത്? വെക്കത്തില്ല. 2 അറ ഇല്ലല്ലോ. ഹൃദയത്തിന് 2 അറ, 4 അറയിൽ 2 ഇല്ല, 2 എണ്ണമേ ഉള്ളൂ. അതിൽ 1 വർക്ക് ചെയ്യണത് എൻ്റെ വാൽവിൻ്റെ കേടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മോട്ടൽ ആയിട്ടുള്ള പ്രശ്നം, മാരകമാണ് പരിപാടി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കണ ഉടനെ മാതാവ് ഒരു അടയാളം കാണിക്കും. അതാണ് ഞാൻ അടയാളം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അടയാളം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 3 ആഴ്ചക്കുള്ളിൽ കൊച്ചിൻ്റെ തൂക്കം 400 കൂടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കൂടാൻ ന്യായമില്ല. വൈദ്യശാസ്ത്രമല്ലേ, കറക്റ്റല്ലേ അവർ പറയണത്, ഇങ്ങനെ കൂടാൻ ന്യായമില്ല. അപ്പോൾ അതുകൊണ്ട് അതായത് പിന്നീട് അപ്പോഴും ഡോക്ടർ കൊച്ചിനെ എടുത്ത് കളയാൻ തന്നെയാണ്, 4ാമത്തെ ഡോക്ടറാണേ. പക്ഷേ ബിൻസി അത് ജിൻസി അത് സമ്മതിക്കത്തില്ല. ബിൻസി അങ്ങനെ വന്നപ്പോൾ ഇതൊരു വിശ്വാസത്തിൻ്റെ നിലപാടാണ്. നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന മാത്രമല്ല അറിയാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയാം, സങ്കടത്തോടെ പറയാം. ഈ ഉടമ്പടി എടുക്കുന്നത് 70% പേരും ചുമ്മാ പ്രാർത്ഥനാ തൊഴിലാളികളാണ്. ചുമ്മാ ഏതെങ്കിലും ഇഷ്ടത്ത് മൂടിയിരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഒപ്പിച്ച് പോകുന്ന ഭിക്ഷാന്തികൾ, അനുഗ്രഹത്തിൻ്റെ വറ്റിപ്പഴപ്പ് ഭിക്ഷാന്തികളാണ്. നിങ്ങൾ അങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവം എന്താ? തൂക്കി നോക്കണതാണ്. ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞവളായി കാണപ്പെട്ടു എന്ന് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഈശോ പറയുമ്പോൾ നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ ദൈവത്തിനെ അളക്കാൻ പോയാൽ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് പഴയ ആൾക്കാർ തന്നെ നിലനിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവൾ അങ്ങനെയല്ലേ, ഇവൾ വിശ്വാസത്തിൽ നിലപാടുള്ള സ്ത്രീയാണ്. അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ 8ാം മാസമായപ്പോൾ കൊച്ചിൻ്റെ തൂക്കം 3500 ആയി. അപ്പോൾ ഡോക്ടർ പറയും ഇതിന്
ഇനിയിപ്പോൾ 3500 ആയില്ലേ, ഇനിയിപ്പോൾ സിസേറിയൻ എടുക്കണമെന്ന് പറഞ്ഞു, സിസേറിയൻ. പക്ഷേ സിസേറിന് വേണ്ടി ആശുപത്രി പ്രവേശിപ്പിച്ച്, ഇത് സംഗതി റിസ്ക് തന്നെയാണല്ലോ, ഹാർട്ടിൻ്റെ അതേ രൂപത്തിൽ പോവുകയാണ്, പഴയ രീതിയിൽ തന്നെ പോവുകയാണ്. ഇവളുടെ ഒറ്റ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. ഇത് അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കൊച്ചിനെ സിസേറിയൻ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പോയി. അമ്മയുടെ പോക്ക് എന്ന് വെച്ചാൽ 1% മാത്രം അമ്മയ്ക്ക് സാധ്യത, 99% കൊളാപ്സായി. അപ്പോൾ ഈ ജിൻസി പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്? എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകണത് എനിക്ക് കാണാമായിരുന്നെന്ന്. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. എൻ്റെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകണം എനിക്ക് കാണാമായിരുന്നു. അതിശീഘ്രം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ കൈകൾ, മാതാവിൻ്റെ കൈ വന്ന് എന്നെ കടന്നു പിടിച്ചു, എന്നെ തിരിച്ചു വലിച്ചുകൊണ്ട് വന്നെന്ന്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ വേറൊരു ആശുപത്രി കിടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈ സാക്ഷ്യമാണ് ഇന്നത് ഈ ആഴ്ചയിലെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം. അത് മറ്റേ സാക്ഷ്യം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറയണത് മരിച്ചുപോയ ഒരാളെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുന്ന മാതാവിൻ്റെ കൈകൾ. ഞങ്ങളെപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ, ഞാനും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട്, പ്രധാനപ്പെട്ട സഹപ്രവർത്തകർ ഞാൻ പറയും, അമ്മയ്ക്ക് ആത്മാവിൻ്റെ മേലും അധികാരമുണ്ടെന്ന് പറയും. കാര്യം എന്താണ്? ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയാണ് അവർ. അതാണ് അവർ മുട്ടിത്തെരിപ്പിക്കപ്പെട്ടവരെ ധ്യാനിക്കാൻ പറയുമ്പോൾ രാജാധികാരമല്ലേ. ഭൂമിയുടെ മേലും സ്വർഗത്തിൻ്റെ മേലും രാജാധികാരമാണ്. ഭൂസ്വലോകങ്ങളുടെ മേൽ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെട്ടവന്മേൽ ധ്യാനിക്കുക എന്നല്ലേ പറയണത്. അതാണ് നമ്മൾ ധ്യാനിക്കണത്. കത്തോലിക്കൻ ധ്യാനിക്കണതിലാണ്. എന്താണ്? ഭൂസ്വലോകങ്ങളുടെ മേൽ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെട്ടവന്മേൽ രാജാധികാരമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ കർത്താവിന് നിനക്ക് സമയം നീട്ടിത്തരാൻ പറ്റും. അത് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആത്മാവിനെ തിരികെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ ശരീരത്തിലേക്ക്, ആ പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വേറെ ഒരു ഹോസ്പിറ്റലാണ് ഇവർ നിൽക്കുന്നത്. ആ കൊച്ചിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ കൊച്ചിനെയാണ് 4 ആശുപത്രിക്കാർ കൊല്ലണമെന്ന് പറഞ്ഞത്. ഇവരുടെ ഒരൊറ്റ വിശ്വാസത്തിലാണ്. ഈ വിശ്വാസം ഇങ്ങനെ ശക്തമായത് കാരണമാണ് മരിച്ചിട്ടും ഇവരെ തിരിച്ചുകൊണ്ട് വരണത്. എൻ്റെ മക്കളെ, വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയണത് അതാണ്. മരിച്ചാലും ദൈവം നിന്നെ തിരിച്ചുകൊണ്ട് വരും. അത് നിൻ്റെ കടമായാലും തകർച്ചയായാലും രോഗമായാലും, നീ ചിഹ്നമായി പോയി കഴിഞ്ഞാലും, നിൻ്റെ കുട്ടികൾ നിന്നെ വെറുത്താലും, നിൻ്റെ ഭർത്താവ് നിന്നെ വെറുത്താലും, നിൻ്റെ സമൂഹം നിന്നെ വെറുത്താലും, നീ തന്നെ വലിയ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതി ചെന്ന് വീണാലും, എൻ്റെ ദൈവവേദലെ മാതാവിൻ്റെ മധ്യസ്ഥത യേശു നാമത്തിലാണ് നീ വിശ്വസിക്കണമെങ്കിൽ, നീ ജയിലിൽ കിടന്നാലും ശരി, ഇനി തിരിച്ചു പോകുന്ന നിൻ്റെ വീട്ടുകാർ നിന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ശരി, നിൻ്റെ ദൈവം നിന്നെ തിരിച്ചെടുക്കും, തിരിച്ചു കൊണ്ട് പുനഃസ്ഥാപിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ജീവനെ സ്നേഹത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന.